പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പായ മാർ തോമസ് തറയിൽ. ഈ മനുഷ്യൻ നേരത്തെ തറയാണ്. ആരോ അർജുൻ എൻ്റെ പേരിട്ടു ആ തറയിൽ. അത് തന്നെയാണ് ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, പള്ളി നിറയെ പെൺകുട്ടികളാണെങ്കിലും കന്യാസികളാകാൻ ഇപ്പോൾ ആളില്ല. ശരിയല്ലേ? ഒരു കാലത്ത് ഒരു കത്തോലിക്ക മെത്രാൻ പറഞ്ഞു, നമ്മുടെ സഭയിൽ അംഗങ്ങൾ കുറയുന്നു, ചെറുപ്പക്കാരെല്ലാം നേരത്തെ തന്നെ കല്യാണം കഴിച്ച് 4-5 പിള്ളേരെ ഉണ്ടാക്കണമെന്ന്. ചെറുപ്പക്കാരുണ്ടാക്കിയതിലും മറ്റ് ഇവരുണ്ടാക്കി കൊടുത്തോളും, പോട്ടെ. എന്നാൽ ഞാൻ തറയിനോട് ചോദിക്കും, തറയിൽ ഇപ്പോൾ എന്തുകൊണ്ടായി ഈ മനപ്രയാസം കൊണ്ട് വന്നിരിക്കുന്നറിയാമോ? കയ്യിലുള്ള വണ്ടിയെല്ലാം പഴയതാണ്, അത് ഓടിക്കാൻ പ്രയാസം. ഓടി ചെയ്യാൻ ഇവർക്കാർക്കും മെനക്കെടാൻ വയ്യ. അതൊന്ന് കഴുകി വൃത്തിയാക്കി അതൊന്ന് തുടച്ചെടുത്ത് അത് ഓടിച്ചിട്ട് കുറച്ച് കാലം നടക്കരുതോ? അതുപോലെ ഫ്രഷായിട്ട് നല്ല പുതിയ വണ്ടി, എല്ലാവിധ അഡ്ജസ്റ്റ്മെൻറ്റുമുള്ള വണ്ടി കൈ വേണം. അതാണ് ഇവരുടെ ഉദ്ദേശം. ഈ തറയിനോട് ഞാൻ ചോദിക്കുക, നിൻ്റെ കുടുംബത്തിൽ പെൺപിള്ളേരാരും ഇല്ലയോ ഒരു കന്യാസ്ത്രീയാകാൻ? നിൻ്റെ കുടുംബത്തിൽ എത്ര പേരുണ്ട് കന്യാസ്ത്രീയായിട്ട്? വല്ലവൻ്റെ കുടുംബത്തിലെ കൊണ്ടുവന്ന് നിൻ്റെയൊക്കെ മുന്നേ കാശ് വെക്കണം. ഞാൻ ചോദിക്കുന്നത് ശരിയല്ലയോ? ഞാൻ പറയുന്നത്, ഞാൻ ഒന്നും കാണാതെ കേൾക്കാതെ അല്ല പറയുന്നത്. ഞാൻ കത്തോലിക്കരുടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, കത്തോലിക്ക കന്യാസ്ത്രീകളുടെ കൂടെ. ഇത്രയും ഞാനിപ്പോൾ നിന്നോട് പറയുന്നുള്ളൂ. നിനക്കൊക്കെ സുഖജീവിതം നയിക്കാനായിട്ട് കന്യാസ്ത്രീകൾ വേണം. അല്ലാതെ നിനക്ക് എന്തോന്നിനാണ് ഇപ്പം കന്യാസ്ത്രീകളെ? കത്തോലിക്ക സഭയിൽ കന്യാസ്ത്രീകളെ എന്തിനാ? നിങ്ങൾ ടൂർ പോകുമ്പം അവരെ കൊണ്ടുപോയി അവരെ കൂടെ കൊണ്ടുപോകാനാ, കൂട്ടിന്, അല്ല വരുന്നതുമല്ല. ഞാൻ പോട്ടെ ധ്യാനിക്കാൻ ചെന്നപ്പോഴും കണ്ടതാ, ഒരു വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ 2 പുരോഹിതന്മാർ പോകുമ്പോൾ ഒരു കന്യാസ്ത്രീയും കൂടെ ഉണ്ട്. എന്താ അവിടെ കന്യാസ്ത്രീയുടെ ഉപയോഗം? എന്ത് ചെയ്യാനാണ് കന്യാസ്ത്രീ അവിടെ? നിങ്ങൾ എന്തുദ്ദേശത്തോടു കൂടി പോയാലും നിങ്ങൾ പുരോഹിതന്മാർ പോകുന്നിടത്ത് കന്യാസ്ത്രീയും കൂടെ വേണം. ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കരുതേ. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഞാൻ ഇത്രയും പറയുന്നു. അടുത്തതായിട്ട് ഓർത്തോ സഭയിലെ ഒരു മെത്രാനുമായിട്ട് ഞാൻ വരുന്നു.